ഹലോ ഓൾ, കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏവർക്കും എഡ്യൂക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിക്സിൽ വരുന്ന പോർഷനായ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കുറിച്ചാണ്. 10th മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. SCERT ടെക്സ്റ്റ് ബുക്ക്, റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഉപഭോക്താവിന്റെ, അതായത് എൻഡ് യൂസറിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചത് 1985-ലാണ്. 1985-ലാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. നിലവിൽ വന്ന ഡേറ്റ് 1986 ഡിസംബർ 24. 1986 ഡിസംബർ 24-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. ഈ നിയമം ഇപ്പോൾ അമെൻഡ് ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഡിസംബർ 24. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. ഡേറ്റ് ഓർത്തിരിക്കുക. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24-ഉം ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15-ഉമാണ്. SCERT കൊടുത്തിരിക്കുന്ന പോർഷനാണ്. ഉപഭോഗം എന്താണ്? ഉപഭോക്താവ് ആരാണ്? നമുക്ക് നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് ഉപഭോഗം. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ എന്തെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇവിടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കുറിച്ച് നോക്കാം. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അന്നത്തെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയ രാംവിലാസ് പാസ്വാൻ ആണ്. ഡേറ്റ് 2019 ജൂലൈ 8. 2019 ജൂലൈ 8-ന് രാംവിലാസ് പാസ്വാൻ ആണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30-ന്. രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് 2019 ഓഗസ്റ്റ് 6-ന്. അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-ന്. രാംനാഥ് കോവിന്ദ് ആണ് ഈ ബില്ലിൽ ഒപ്പുവെച്ചത്. നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. അപ്പൊ ഇത്രയും ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും പഠിച്ചു വെച്ചേക്കുക. സാധനങ്ങളും സേവനങ്ങളും കൈപ്പറ്റി 2 വർഷത്തിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരിഹാരം കാണുന്നത്. 2 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. 2 വർഷത്തിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരിഹാരം കാണുന്നത്. 2019-ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 8 അധ്യായങ്ങളും 107 വകുപ്പുകളുമാണ് ഉള്ളത്. 8 അധ്യായങ്ങളും 107 വകുപ്പുകളുമാണ് ഉള്ളത്. അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അധ്യായം പ്രിലിമിനറി, സെക്കൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ, തേർഡ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഫോർത്ത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഫിഫ്ത്ത് മീഡിയേഷൻ മധ്യസ്ഥത, സിക്സ്ത് പ്രൊഡക്റ്റ് ലൈബിലിറ്റി, സെവൻത് ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്, എയ്ത്ത് മിസലേനിയസ്. ഇങ്ങനെ 8 അധ്യായങ്ങളാണ് മൊത്തത്തിൽ ഉള്ളത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാം.
2020 ജൂലൈ 24 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത്. അത് 2019 അമെൻമെന്റ് പ്രകാരമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത്. 2020 ജൂലൈ 24 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത്. അതിന്റെ ഫസ്റ്റ് അധ്യക്ഷനാണ് അല്ലെങ്കിൽ അധ്യക്ഷയാണ് ശ്രീമതി നീതി ഖരെയാണ് ഫസ്റ്റ് അധ്യക്ഷ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഹെഡ്, അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഡയറക്ടർ ജനറൽ ആണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, അന്യായമായ വ്യാപാരം തടയുക, പരസ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ചുമതലകളായിട്ട് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ഉപഭോക്തൃ കോടതി എന്താണെന്ന് നമുക്ക് നോക്കാം. 1986 നിയമപ്രകാരമാണ് ഉപഭോക്തൃ കോടതി സ്ഥാപിക്കപ്പെട്ടത്. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക എന്നതാണ് ഉപഭോക്തൃ കോടതിയുടെ ലക്ഷ്യം. ഇന്ന് ഉപഭോക്തൃ കോടതി എന്നല്ല അറിയപ്പെടുന്നത്, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഉപഭോക്താവിന് 6 അവകാശങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. right to safety, right to be informed, right to choose, right to be heard, right to compensation, right to consumer education. ഇങ്ങനെ 6 അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത്. ഫസ്റ്റ്, റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്വം. വാങ്ങുന്ന സാധനങ്ങളിൽ സുരക്ഷയ്ക്കുള്ള അവകാശം എല്ലാ കൺസ്യൂമർക്കും ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ബി ഇൻഫോംഡ്, അറിയുവാനുള്ള അവകാശം. വാങ്ങുന്ന സാധനത്തിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, തൂക്കം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുവാനുള്ള അവകാശം ഒരു കൺസ്യൂമർക്ക് ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ചൂസ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. വൈവിധ്യമാർന്ന പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനും ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ബി ഹിയേർഡ്, കൺസ്യൂമറിനെ കേൾക്കുവാനുള്ള അവകാശം. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പരാതി പറയുകയാണെങ്കിൽ അതിന്റെ മാനുഫാക്ചർ അല്ലെങ്കിൽ നിർമ്മാതാവ് അത് കേൾക്കുവാനുള്ള അവകാശം, കൺസ്യൂമറിനെ കേൾക്കുവാനുള്ള അവകാശം കൺസ്യൂമർക്കുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം. ഒരു സാധനമോ സേവനമോ വാങ്ങിയത് മൂലം എന്തെങ്കിലും നഷ്ടം കൺസ്യൂമർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള അവകാശം കൺസ്യൂമർക്കുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഒരു ഉപഭോക്താവിന് തങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്തൊക്കെ നിയമങ്ങളാണ് കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവയർനെസ് ലഭിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഉപഭോക്താവിനുള്ള അവകാശങ്ങൾ. 6 അവകാശങ്ങളാണ് നിലവിലുള്ളത്. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് നമുക്ക് നോക്കാം. ത്രിതല ഉപദേശക സമിതികളാണ് നിലവിലുള്ളത്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്നിങ്ങനെ 3 ഉപദേശ സമിതികളാണ് നിലവിലുള്ളത്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ആയിരിക്കും. അധ്യക്ഷൻ എപ്പോഴും ജില്ലാ കളക്ടർ ആയിരിക്കും. വർഷത്തിൽ 2 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ 2 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. നെക്സ്റ്റ്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി, അതിന്റെ അധ്യക്ഷൻ സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോഴത്തെ സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് GR അനിൽ. വർഷത്തിൽ 2 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. നെക്സ്റ്റ്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ സമിതി, അതിന്റെ അധ്യക്ഷൻ സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോഴത്തെ സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് പീയൂഷ് ഗോയൽ. വർഷത്തിൽ 1 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. അവർ വർഷത്തിൽ 1 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. നെക്സ്റ്റ്, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അധ്യായം 4 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 3 തർക്ക പരിഹാര കമ്മീഷനാണ് ഉള്ളത്. ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ എന്നിങ്ങനെ 3 തർക്ക പരിഹാര കമ്മീഷനാണ് നിലവിലുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ. 50 ലക്ഷം രൂപ വരെയുള്ള പരാതികളാണ് ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നത്. അവിടെ ഒരു പ്രസിഡന്റും 2 മെമ്പേഴ്സും ആണ് ഉള്ളത്. പരാതി ലഭിച്ച 30 ദിവസത്തിനകം പരാതികൾക്ക് ഉത്തരവ് നൽകണം. ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയിൽ കൊടുത്ത പരാതിക്ക് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെങ്കിൽ ഈ വിധിക്കെതിരെ 45 ദിവസത്തിനകം സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ നൽകാം. അപ്പൊ ജില്ലാ തർക്ക പരിഹാര കമ്മീഷന് ഒരു പരാതി സമർപ്പിച്ചു, അതിന് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെങ്കിൽ 45 ദിവസത്തിനകം സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ നൽകാം. നെക്സ്റ്റ്, സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ.
50 ലക്ഷം രൂപ മുതൽ 2 കോടി വരെയുള്ള പരാതികളാണ് സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രസിഡന്റും 4 മെമ്പേഴ്സും ആണ് ഉള്ളത്. പരാതി ലഭിച്ച 30 ദിവസത്തിനകം മറുപടി നൽകണം. തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെങ്കിൽ 30 ദിവസത്തിനകം ദേശീയ കമ്മീഷനിൽ അപ്പീൽ പോകാം. പരാതിപ്പെട്ട ആൾക്ക് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെങ്കിൽ 30 ദിവസത്തിനകം ദേശീയ കമ്മീഷനിൽ അപ്പീൽ പോകാം. നെക്സ്റ്റ് ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ നോക്കാം. 2 കോടിക്ക് മുകളിലുള്ള എല്ലാ പരാതികളും കൈകാര്യം ചെയ്യുന്നത് ദേശീയ തർക്ക പരിഹാര കമ്മീഷനാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് 4 മെമ്പേഴ്സും ആണ് ഉള്ളത്. 1 വുമൺ മെമ്പർ ഉണ്ട്. പ്രസിഡന്റിന്റെ ഏജ് അല്ലെങ്കിൽ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മെമ്പേഴ്സിന്റെ ആണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുന്നതായിരിക്കും കാലാവധി. തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെങ്കിൽ 30 ദിവസത്തിനകം സുപ്രീം കോടതിയിലാണ് അപ്പീൽ പോകുന്നത്. ഫൈനൽ അപ്പീൽ കോർട്ട് എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. 2019 നിയമപ്രകാരം എന്തെല്ലാം മാറ്റങ്ങളാണ് നിലവിൽ വന്നതെന്ന് നമുക്ക് നോക്കാം. 1. ഇ കൊമേഴ്സ് എന്ന ആശയം ഉൾക്കൊള്ളിച്ചു. ഇ കൊമേഴ്സ് എന്ന ആശയം ഉൾക്കൊള്ളിച്ചു. ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇതിന്റെ ഫുൾ ഫോം ഒക്കെ കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇ കൊമേഴ്സിന്റെ ഫുൾ ഫോം കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഓൺലൈൻ സേവനത്തിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചത് നമ്മൾ കണ്ടതാണ്. 2020 ജൂലൈ 24 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചു. ജില്ലാ ഉപഭോക്തൃ ഫോറം എന്നത് മാറ്റി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മധ്യസ്ഥതയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാൻ വ്യവസ്ഥ ചെയ്തു, അല്ലെങ്കിൽ മീഡിയേറ്ററിലൂടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ലഭിച്ചാൽ ഇരു വിഭാഗത്തിലുള്ള ആൾക്കാരെയും വിളിച്ച് അത് മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള വ്യവസ്ഥ അതും ആഡ് ചെയ്തത് 2019 നിയമപ്രകാരമാണ്. ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരാതി നൽകാം. വീഡിയോ കോൺഫറൻസിലൂടെ കേസിന്റെ ഹിയറിംഗിൽ പങ്കെടുക്കാം. നമ്മൾ കണ്ടതാണ് 7ാമത്തെ പോയിന്റ്. നെക്സ്റ്റ്, പരാതിക്കാരൻ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പരാതി നൽകാം. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ചത് ആ സ്ഥലത്ത് തന്നെ പോയി വേണം പരാതി നൽകാനായിട്ട്. ഇപ്പൊ അത് മാറി നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പരാതി നൽകാം. നെക്സ്റ്റ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ഈ പരസ്യ നിർമ്മാതാക്കൾക്കും അതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കും എതിരെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. അതിന്റെ ശിക്ഷ എന്ന് വെച്ചാൽ 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇത് വീണ്ടും ആവർത്തിച്ചാൽ 5 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ്. 5 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ഈടാക്കുന്നത്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരാതിപ്പെടാൻ അവകാശം ഇല്ലാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം. സാധനങ്ങളും സേവനങ്ങളും സൗജന്യമായി ലഭിച്ച ഒരാൾക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. പുനർവിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി വാങ്ങിച്ച ഒരാൾക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. അപ്പൊ ആർക്കൊക്കെയാണ് സാധനങ്ങളും സേവനങ്ങളും സൗജന്യമായി ലഭിച്ച ഒരാൾക്ക് പരാതിപ്പെടാൻ അവകാശമില്ല, പുനർവിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി വാങ്ങിച്ച ഒരാൾക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. 2019 ആക്ട് പ്രകാരം പരാതി നൽകാൻ കഴിയുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉപഭോക്താവിന്, സാധനം വാങ്ങി ഉപയോഗിച്ച ഒരു ഉപഭോക്താവിന്, ഒരേ താല്പര്യമുള്ള ഒന്നിൽ കൂടുതൽ ഉപഭോക്താക്കൾക്ക്, അതായത് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുമിച്ച് വേണമെങ്കിൽ പരാതിപ്പെടാൻ സാധിക്കും. നെക്സ്റ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾക്ക്, അനന്തരാവകാശികൾക്ക്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ദൂഷ്യഫലമായിട്ട് ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് പരാതിപ്പെടാം. ഉപഭോക്താവ് മൈനർ ആണെങ്കിൽ സംരക്ഷണ ചുമതലയുള്ള ആൾക്കും പരാതിപ്പെടാം. അപ്പൊ ഇത്രയും ആൾക്കാർക്കാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാതിപ്പെടാൻ കഴിയുന്നത്. നമുക്ക് ഫീസ് സ്ട്രക്ചർ നോക്കാം. ഇത് ജസ്റ്റ് പഠിക്കാൻ പറ്റുന്നവരൊന്ന് പഠിച്ചു വെച്ചേക്കുക. 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് ഫീസ് ഇല്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് 200 രൂപയാണ് ഫീസ്. 10 മുതൽ 20 ലക്ഷം വരെ ആണെങ്കിൽ 400 രൂപയാണ് ഫീസ്. 20 മുതൽ 50 വരെ 1000 രൂപ. 50 ലക്ഷം മുതൽ 1 കോടി വരെ ആണെങ്കിൽ 2000 രൂപയാണ് ഫീസ്. 1 കോടി മുതൽ 2 കോടി വരെയുള്ള പരാതികൾക്ക് 2500 രൂപയാണ് ഫീസ്. 2 കോടി മുതൽ 4 കോടി വരെ ആണെങ്കിൽ 3000 രൂപ. 4 മുതൽ 6 കോടി വരെ ആണെങ്കിൽ 4000 രൂപ. 6 മുതൽ 8 കോടി വരെ ആണെങ്കിൽ 5000 രൂപ. 8 മുതൽ 10 കോടി വരെ ആണെങ്കിൽ 6000 രൂപ. 10 കോടിക്ക് മുകളിലുള്ള പരാതികൾക്ക് 7500 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ഇത് SCERT കൊടുത്തിരിക്കുന്ന പോർഷൻ ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ
പുതിയ നിയമപ്രകാരമുള്ള അപ്ഡേറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമപ്രകാരം അല്ലെങ്കിൽ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വായിക്കുമ്പം പുതിയ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ നോക്കാം. സാധന വിൽപ്പന നിയമം 1930 സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവന എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം 1937 കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ്. നെക്സ്റ്റ്, അവശ്യ സാധന നിയമം 1955 കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. അളവ് തൂക്ക നിലവാര നിയമം 1976 അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നത് ഈ നിയമം ഉപകരിക്കുന്നു. നെക്സ്റ്റ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് BIS ആക്ട് 2016 ആണ്. പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈ ഓഫ് എസെൻഷ്യൽ കോമോഡിറ്റീസ് ആക്ട് 1980 ദ എംബ്ലം ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1952 ഈ ആക്ടും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡേറ്റ് ഒക്കെ പഠിച്ചാൽ മതി കേട്ടോ. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പാണ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത്. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കോ കേട്ടോ. നിങ്ങൾ ഈ സിമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. അപ്പൊ ISI മുദ്ര നൽകുന്നത് ആരാണ്? BIS ആണ്. വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ നമുക്ക് ഈ ചിഹ്നം കാണാം. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ISO മുദ്ര. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കാണ് ഈ ISO മുദ്ര നൽകുന്നത്. നെക്സ്റ്റ്, BIS ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഈ സിമ്പിൾ എന്താണ് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു, ഈ സിമ്പിൾ. നെക്സ്റ്റ്, അക്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനാണ് അക്മാർക്ക് ചിഹ്നം ഉപയോഗിക്കുന്നത്. ഇതാണ് അക്മാർക്കിന്റെ ചിഹ്നം. നെക്സ്റ്റ്, ഈ സിമ്പിൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നം അടയാളപ്പെടുത്തുന്നു. വെജ് കാറ്റഗറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഗ്രീൻ സിമ്പലും നോൺ വെജ് കാറ്റഗറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ റെഡ് സിമ്പലും ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്ന സിമ്പലാണ് FPO. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിന്റെ ചുരുക്കരൂപമാണ് FPO. ഫുഡ് പ്രൊഡക്റ്റ് ഓർഡർ അതിന്റെ ചുരുക്കരൂപമാണ് FPO. ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക, അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക, പായ്ക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തിന്റെ പേര്, പായ്ക്ക് ചെയ്ത തീയതി, കാലാവധി, തൂക്കം, വില, നിർമ്മാതാവിന്റെ അല്ലെങ്കിൽ വിതരണക്കാരുടെ മേൽവിലാസം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക, വാങ്ങുന്ന സാധനങ്ങളുടെ ഉപയോഗക്രമം, പ്രവർത്തിപ്പിക്കുന്ന വിധം എന്നിവ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.